എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. ഒരു ദീപാവലിയല്ലേ, അപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ കറി തന്നെ ആയിക്കോട്ടെ. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, പറാട്ട എല്ലാത്തിനും പറ്റിയ ഒരു കറിയായത്. അപ്പോൾ എനിക്കിത് പറഞ്ഞു തന്നാൽ എൻ്റെ മോൻ്റെ ഭാര്യേൻ്റെ അമ്മയാണ്. നല്ല സൂപ്പർ കറിയാണ്. പിന്നെ വെളുത്തുള്ളിയോ ഉള്ളിയോ ഒന്നും ഉപയോഗിക്കാണ്ടുള്ളൊരു കറി, വ്രതങ്ങൾക്കെല്ലാം പോലും ഉപയോഗിക്കുന്നതായത്. അപ്പോൾ നമുക്കത് അതിൻ്റെ റെസിപ്പിയോ നോക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. അപ്പോൾ എന്തെല്ലാം നോക്കാം. അപ്പോൾ ഒരു താങ്ക് യു പറഞ്ഞേക്കാം അല്ലേ. രശ്മി ദീദി, താങ്ക് യു ഫോർ യുവർ റെസിപ്പി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയിട്ട് വരാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 തക്കാളി നല്ല ചെറുതാക്കി മുറിച്ച്, എങ്ങനെ വേണമെങ്കിലും മുറിച്ചിടാം. ഈ നടുവിലുള്ള മൂക്ക് മാത്രം മാറ്റിയിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ടൊമാറ്റോ പ്യൂരി റെഡി. അതവിടെ നിൽക്കട്ടെ. നമുക്കിനി ഒരു ചീൻചട്ടി അടുപ്പത്ത് വെക്കാം. ചീൻചട്ടിയിൽ ഇപ്പം ബട്ടർ ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ്. പിന്നെ ബട്ടർ എടുത്ത് മാറ്റിയിട്ട് എനിക്കിത് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും. എനിക്കിത് മതി കറിക്ക്. നിങ്ങൾക്ക് ബട്ടർ അല്ലെങ്കിൽ ഗീ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അത് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ഉപയോഗിച്ചത് എണ്ണ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കാം. അതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് ഓല് പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുങ്കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ അധികമൊന്നുമില്ല. 2 ടീസ്പൂൺ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും. ഇത് മാത്രമേ ഇതിന് വേണ്ടൂ. കാശ്മീരി ചില്ലി ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു കളറായിരിക്കും. തക്കാളിയും അല്ലേ, നല്ല ഭംഗിയുണ്ടാവും, കാണാൻ ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഇളക്കി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. കാരണം ഇതിൻ്റെ ഒരു പച്ചമണം പോകണ്ടേ. വളരെ ലോ ഫ്ലെയിമിലാണേ മൂടി വെക്കാവൂ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് അത്രയേ വേണ്ടൂ. അപ്പോഴത്തേക്ക് അതിൻ്റെ ആ പച്ചമണം എല്ലാം പോയിക്കോളും. പച്ചമണം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി മുരിങ്ങാക്കായ് ചേർക്കണം. മുരിങ്ങാക്കായ് കൊണ്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് കണ്ടോ, ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ബാക്കിയുള്ള വെള്ളവും കൂടി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിനി മുരിങ്ങാക്കായ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മുരിങ്ങാക്കായ്, സാധാരണ നമ്മൾ മുരിങ്ങാക്കായ് സാമ്പാറിനെല്ലാം മുറിക്കുന്ന പോലെ തന്നെ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലോണം ഒന്ന് ഇളക്കി ഈ മസാല ഈ കഷ്ണത്തിൻ്റെ എല്ലാ ഭാഗത്തും കോട്ടാകുന്ന പോലെ നല്ലോണം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഈ സമയത്ത് ഒഴിക്കാം കേട്ടോ. ഞാൻ ഒരു 1/2 കപ്പ് വെള്ളമേ ഒഴിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമെന്നാൽ 1 കപ്പ് വരേക്കും ഒഴിക്കാം. ഒഴിച്ചതിന് ശേഷം ഈ മുരിങ്ങാക്കായ് പെട്ടെന്ന് വേകുന്നതായതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ഒഴിച്ചത്. 1 കപ്പ് ഒഴിച്ചാലേ നിങ്ങൾക്ക് മുരിങ്ങാക്കായ് വേവുന്നുള്ളത് അറിയെങ്കിൽ അങ്ങനെ ഒഴിച്ചാൽ മതി. അതിന് ശേഷം ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ആ മുരിങ്ങാക്കായ് വേവുന്നവരെ മൂടി വെക്കാം. അതാണ് വേട്ടെ. അത് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇപ്പം ഈ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങൾ നല്ലോണം ഓയിൽ 2-3 ടേബിൾ സ്പൂൺ ആണേ ഓല കണക്ക്. അത് പ്രകാരമാണെങ്കിൽ നല്ലോണം മേലെ എണ്ണ തെളിഞ്ഞ് വരും മുരിങ്ങ വേകുമ്പോഴത്തേക്ക്. അപ്പം എനിക്കിപ്പം കണ്ടോ കുറച്ചേ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുള്ളൂ. അതങ്ങനെ വലിങ്ങനെ കാണാനില്ല. കണ്ടില്ലേ, ഇതാണ്, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് കറി റെഡി. ഇനി നമുക്ക് കുറച്ച് മല്ലിയില മേലെ ഇട്ട് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ആ മല്ലിയിലേൻ്റെ മണം കഷ്ണത്തിലും കറിയിലെല്ലാം ഇറങ്ങുന്ന വരെ ഒന്ന് മൂടി വെച്ചതിന് ശേഷം എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതാ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ട് അതായിരുന്നു മൂടി സ്റ്റൗ ഓഫ് ചെയ്തിനെ. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട്. നല്ല അടിപൊളി കറി റെഡി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു വൺസ് അഗെയിൻ. ഹാപ്പി ദീപാവലി.